വെൽക്കം ബാക്ക് ടു dinewithann. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ്, ഈസി മാങ്ങക്കറി. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിത് ഉണ്ടാക്കുന്നത് കറിമാങ്ങ ഉപയോഗിച്ചിട്ടാണ്. അതായത് പച്ചമാങ്ങ ഉപ്പും മുളകുപൊടിയും കൂടി തിരുമ്മി വെച്ചിട്ടുള്ളതാണ്. ഇതെന്റെ ചേച്ചി എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. നമ്മളിങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം കേടുകൂടാതിരിക്കും. നമുക്ക് സാധാരണ അച്ചാറ് പോലെയും കഴിക്കാം. അതല്ല, ഇത് ഉപയോഗിച്ച് നമുക്ക് കറി ഉണ്ടാക്കുകയും ചെയ്യാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി വെളുത്തുള്ളിക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കറിമാങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മാങ്ങയിൽ ഉപ്പും മുളകുപൊടിയൊക്കെ തിരുമിയതായതുകൊണ്ട് ഞാൻ വേറെ മുളകുപൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് കറിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് മുളകുപൊടി ചേർത്ത് വഴറ്റിയതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ തലപ്പാൽ എന്നൊക്കെ പറയും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒഴിച്ചുകറിയാണ്. നമുക്ക് കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറിമാങ്ങ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.